പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്. ഇന്നുകൊണ്ട് ഏതാണ്ടൊക്കെ മലമറിക്കെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് രണ്ടും. ആര്? വേറെ ആരാ? ഈ കുടുംബത്തിന്റെ നാഥനും നാഥയും തന്നെ, കണ്ണനും മഹാലക്ഷ്മി. ശരിക്കും അവര് വന്നോ? ആ വന്നു. നിന്റെ അച്ഛനടുത്തുണ്ടോ? അച്ഛൻ വന്നിട്ടില്ല. ഇനി അയാള് വരാതിരിക്കുന്നതാ നല്ലത്. ഇതുപോലൊരു ഭൂലോക മരമണ്ടനെ ലോകത്താർക്കും അമ്മായിച്ചനായിട്ട് കിട്ടരുത്. വെച്ചിട്ട് പോടോ. എന്താ മോളെ? വന്നെന്ന് കൊണ്ടനും ലക്ഷ്മി. അവര് വന്നോ? അപ്പോ നിന്റെ അച്ഛൻ പോയിട്ട് കാര്യങ്ങളൊന്നും നടന്നില്ലേ? നടന്നില്ല, അതുകൊണ്ടല്ലേ അവര് വന്നത്. ഉണ്ണിയേട്ട പറഞ്ഞ സത്യ. മണ്ടന, മണ്ടന എന്റെ അച്ഛൻ. ചിലപ്പോ ഇന്നവന് സംഗതി സാധിപ്പിക്കാൻ കഴിഞ്ഞു കാണില്ല മോളെ. അല്ലെങ്കിൽ എന്നാ സാധിച്ചിട്ടുള്ളത്? എന്റെ കല്യാണം കഴിഞ്ഞ ശേഷം അച്ഛനൊരു സമ്പൂർണ്ണ പരാജയ. മുത്തശ്ശി അങ്ങനെ തന്നെയാ. എന്റെ മോളെ, ഞങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് നിനക്ക് വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പ്രയത്നിക്കല്ലേ. അത് നടക്കാത്തതിന് ഞങ്ങളെ ഇങ്ങനെയൊക്കെ പറയണോ? പറയാതെ പിന്നെ ഓരോരോ മോഹങ്ങൾ തരും, എന്നിട്ട് നടക്കൂല. പ്രതാപന്റെ ഒരു വിവരമില്ലല്ലോ മോളെ. എന്റെ ദൈവമേ, അവനിതെവിടെ പോയതാ? ഇവിടെ ഹോസ്പിറ്റലില്. ഒന്നും തന്നെ ഞാൻ ചെയ്തതൊക്കെ വെച്ച് നോക്കിയാലേ ഇതൊന്നും വലിയ കൂടുതലൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് വലിയ വലിയ വേദനയൊന്നുമില്ല. ഇവിടെ കൊണ്ടുവരുമ്പോ കിടന്ന് നിലവിളിക്കായിരുന്നു. പിന്നീട് പെയിൻ കില്ലർ തന്നതിന് ശേഷമാ ചെറുതായിട്ടൊന്ന് മയങ്ങിയത്. ഞാനോ? മയങ്ങിയത് നിന്റെ അച്ഛനടി. നിനക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ പറയാം. അവനെ കൊന്നതേ ഞാനാ. ആ വിശ്വനാഥനെ. ഏത് വിശ്വനാഥനെ? ഈ അവന്റെ മോനുമായിട്ട് ബൈക്കിൽ വരുമ്പോഴാ ഞാൻ എന്റെ ലോറി കൊണ്ടുപോയി ആ ബൈക്കിൽ ഇടിച്ചത്. പാഞ്ഞു കയറിയെന്ന് വേണമെങ്കിൽ പറയാം. സ്പോട്ടിൽ തന്നെ അച്ഛൻ തീർന്നു. മകന്റെ നടുവൊടിഞ്ഞു. വീഴ്ചയിൽ നിങ്ങളുടെ സമനില തെറ്റിയെന്നാ എനിക്ക് തോന്നുന്നത്. സമനില? അയ്യോ, രണ്ട് കാലിലും പരിക്കുപറ്റിപ്പോയി. അല്ലെങ്കിലുണ്ടല്ലോ വിശ്വനാഥനോടൊപ്പം നിന്നെ ഞാൻ പറഞ്ഞു വിട്ടനെ. അവരിപ്പോ ഒരു കൂട്ടില്ലാതെ അലയാ. ഒരാൾ അവനൊപ്പം കൂടിയാ എന്താ എനിക്ക് വിളിയോ? ഇയാൾ എന്തൊക്കെയാ ഈ പറയുന്നേ? അയ്യേ, അയ്യോ ഒന്ന് നിന്നേ. അയ്യോ, മോള് പറഞ്ഞത് നേരാണല്ലോ. ഇത്രയും നേരമായിട്ട് ഒരു വിവരവും ഇല്ലല്ലോ. മുത്തശ്ശി, ഇപ്പൊ സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. അച്ഛൻ അവിടെയുണ്ട്, ആക്സിഡന്റ് ആയിട്ട് കിടക്കുകയാണ്. അയ്യോ, അവനെന്താ സംഭവിച്ചേ? എന്താ സംഭവിച്ചെന്നൊന്നും എനിക്ക് അറിയത്തില്ല മുത്തശ്ശി. അയ്യോ, അപകടത്തിൽ പെടേണ്ടവര് വീടെത്തി. അച്ഛൻ ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലുമായി. ഭഗവാനെ, ഇവരെങ്ങോട്ട് തിരിഞ്ഞാലും അപകടമാണല്ലോ. പിന്നെ എന്തിനാ ഇതിനൊക്കെ നടക്കുന്നേ? അത് എന്നോടാണോ ചോദിക്കുന്നത്?
ഒരു കാര്യത്തിന് പോകുമ്പോ 100% വിജയിക്കും ഉറപ്പിച്ചിട്ടല്ലേ പോവേണ്ടത്? വെറുതെ അങ്ങ് ഇറങ്ങി പുറപ്പെടുവാണോ? ഓ, എന്റെ മോളെ, നമ്മളെക്കാളും ഒക്കെ വിശ്വാസമായിരുന്നു അവന്റെ ലോറിയെ. എന്നിട്ട് അതും ചതിച്ചോ? നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം. എന്റെ ദൈവമേ. ഇനി അച്ഛന്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ലല്ലോ. മോളെ, കണ്ണന്റെ കാറിന്റെ പിന്നാലെ നിയന്ത്രണം വിട്ടായിരിക്കും അവന്റെ ലോറി പാഞ്ഞത്. ഇനി എവിടെയെങ്കിലും മറിഞ്ഞോന്നറിയത്തില്ലല്ലോ. ഈ വാർത്ത കേട്ടതോടെ എന്റെ മനസ്സിനും പരിക്ക് പറ്റി മുത്തശ്ശി. മോള് പോയി അമ്മയോട് പറ അവൻ അപകടം പറ്റിയെന്ന്. എന്നിട്ട് നമുക്ക് പോകാം. ഓരോരോ നല്ല വാർത്ത കേൾക്കാൻ വേണ്ടിട്ട് കാത്തിരിക്കുന്നത് മാത്രം മിച്ച്. കേൾക്കേണ്ട വാർത്ത ഒരിക്കലും കേൾക്കാൻ പോകുന്നില്ല. അയ്യോ. എന്റെ ദൈവം. അയ്യോ, എന്റെ മോളെ. അയ്യോ മോനെ പ്രതാപ, അച്ഛാ, നിനക്ക് എന്താടാ പറ്റിയേ? എന്റെ മുത്തശ്ശി ഇത്? നീ കാണുന്നതൊക്കെ ഒരുത്തിനെ കൊല്ലാൻ പോയിട്ട് നിനക്കാണല്ലോടാ പരിക്ക് പറ്റിയേ. ഞാൻ ആരെ കൊല്ലാൻ പോയ കാര്യം നിങ്ങൾ ഈ പറയുന്നേ? ചോദിച്ചു കേട്ടില്ലേ? പറ. വീഴ്ചയുടെ ആഘാതത്തില് അച്ഛൻ ഓർമ്മ പോയെന്നാ മുത്തശ്ശി തോന്നുന്നത്. ഓർമ്മ പോയത് നിന്റെ തന്തയ്ക്കാ. എടാ, അത് തന്നെയല്ലേ ഇവള് പറഞ്ഞത്. മോളെ, നിനക്ക് എന്താടാ പ്രതാപ പറ്റിയേ? കുന്തം എനിക്കല്ലല്ലോ പറ്റിയത്, വിശ്വനാഥനല്ലേ. ലോറി ഇടിച്ച ഞാൻ അവനെയല്ലേ കൊന്നേ. പാവം. ഓ, മരിക്കുന്ന സമയത്ത് എന്റെ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. കഷ്ടം. എത്ര നാള് ജീവിച്ചിരിക്കേണ്ടവരാ. എന്നിട്ടിപ്പോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക ഗതി കിട്ടാതെ. മോളെ, ഇനിയിപ്പോ അവന് ഗതി കിട്ടണമെങ്കിൽ ഒരേ ഒരു മാർഗേ ഉള്ളൂ. സത്യങ്ങളൊക്കെ കണ്ണൻ അറിയിക്കണം. അയ്യോ, കണ്ണൻ മാത്രമല്ല, ഇവളുടെ കെട്ടിയോന്റെ അമ്മയൊക്കെ നടന്നതൊക്കെ അതേപടി തന്നെ അറിയണം. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ഒരുത്തനെ കൊന്നതും പോരാ, ഇനി അറിയാൻ പാടില്ലാത്തവരൊക്കെ അറിയണോ? ആ, അറിയണം. അറിയിച്ചേ തീരൂ. അതുകൊണ്ട് അവനെ വിളിക്കേ, കണ്ണനെ വിളിക്കേ. അവനോട് ഇങ്ങോട്ട് വരാൻ പറ. പ്രതാപ, നിനക്ക് എന്താടാ പറ്റിയേ? ആ, ഇന്ന് രാത്രിയിൽ അവൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്, വിശ്വനാഥൻ. അങ്ങനെ അവൻ വരുമ്പോ അവൻ എന്നോട് ചോദിക്കുന്നത് കണ്ണൻ സത്യം അറിഞ്ഞൊന്നായിരിക്കും. ആ സമയത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞാ അവ പിന്നെ എങ്ങനെ പ്രതികരിക്കുന്നു പറയാൻ പറ്റില്ലമ്മേ. ഇത് കൈവിട്ടു പോയല്ലോ മുത്തശ്ശി. അതെ മോളെ, ഇതിനെല്ലാം കാരണം അവൻ ഒറ്റൊരുത്തനാ, ആ വാമദേവൻ. വാമദേവൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? വാമദേവൻ എന്ത് ചെയ്തെന്നോ? അവനാണ് പൈസ എണ്ണി എന്റെ കയ്യിൽ തന്നത്. വിശ്വനാഥനെ കൊല്ലണമെന്ന് പറഞ്ഞ് കൊട്ടേഷൻ. അങ്ങനെ ഞാൻ ഏറ്റെടുത്ത കൊട്ടേഷനാ വിശ്വനാഥന്റെ. അച്ഛനും മോനും കൂടെ ബൈക്കിൽ വന്നപ്പോ ലോറി കൊണ്ടുപോയി ഞാൻ ഇടിച്ച് തെറിപ്പിച്ചു. പിന്നത്തെ കഥയൊക്കെ നിങ്ങൾക്കും അറിയാവുന്നല്ലേ. പക്ഷെ അവൻ ഒറ്റൊരുത്തനാ ഇതിനെല്ലാം കാരണക്കാരൻ. കേട്ടോ പറഞ്ഞത്? വാമദേവൻ അവന് കണ്ണന്റെ അച്ഛനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതെന്ന്. തലയ്ക്ക് വെളിവില്ലാതെ അച്ഛൻ പറയുന്നത് ശരിയായിരിക്കോ മുത്തശ്ശി? ആ,
ഇങ്ങനൊരവസ്ഥ ഈ പറയുന്നത് ശരിയായിരിക്കും മോളെ. ശരിയല്ലെങ്കിൽ അവൻ വരട്ടെ, ആ വാമദേവൻ. അവൻ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറയട്ടെ. അവൻ ഇങ്ങനൊരു കൊട്ടേഷൻ എനിക്ക് തന്നിട്ടില്ലെന്ന് പറയട്ടെ. അങ്ങനെങ്കിൽ എന്റെ കാൽ ഒടിഞ്ഞാണെന്നും ഞാൻ നോക്കില്ല. ഇവിടുത്തെ ചാടി എഴുന്നേറ്റ് ഞാൻ അവന്റെ കഴുത്ത് ജനിച്ചങ്ങ് കൊല്ലും. അവനെ പോലൊരു ദുഷ്ടനെ ഉണ്ടല്ലോ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മോളെ നേരൊന്ന് വെളുത്തോട്ടെ മുത്തശ്ശി. അതെ അതെ, നേരെ ഒന്ന് വെളുത്തോട്ടെ. എന്നിട്ട് വേണം എനിക്ക് കണ്ണനെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ. മോളെ കണ്ണനോട് സത്യം പറയണമെന്ന് ഇവനീ പറയുന്നേ. അതെ, പിന്നെ കണ്ണനോട് എനിക്ക് സത്യം പറയട്ടെ. അവന്റെ അച്ഛനെ കൊന്നിട്ട് 10-20 വർഷത്തിൽ മേലെയായി. ഇതുവരെ പയ്യൻ കാര്യമായിട്ടും അറിഞ്ഞിട്ടുമില്ല. അവനാണെങ്കിൽ വീൽ ചെയറിൽ സഞ്ചരിക്കുക ഇപ്പോഴും. അതിന് കാരണം ഞാനല്ലേ? എല്ലാം അവനോട് തന്നെ പറയണം, എങ്കിലേ എനിക്ക് തൃപ്തിയാവൂ. എടാ, ജീവിച്ചിരിക്കുന്നവരെ തൃപ്തിപ്പെടുത്താതെ നീ എന്തിനാടാ മരിച്ചവരെ തൃപ്തിപ്പെടുത്തുന്നേ? തൃപ്തിപ്പെടുത്തണമേ, തൃപ്തിപ്പെടുത്തണം. മരിച്ചവർക്ക് മോക്ഷം കിട്ടണം, അവർക്ക് നിത്യശാന്തി കിട്ടണം. പ്രത്യേകിച്ചും ഞാൻ കൊന്ന എന്റെ വിശ്വനാഥന്. നിന്റെ വിശ്വനാഥനോ? പിന്നെ നിങ്ങളുടെ വിശ്വനാഥനോ? അവൻ എന്റെ മാത്രം വിശ്വനാഥനാ, എന്റെ സ്വന്തം വിശ്വൻ. മോളെ ഞാനൊരു പാവം ചെയ്തല്ലോ. വിശ്വ, നീ എന്നോട് ക്ഷമിക്കട. എന്തിനാ മോളെ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് എന്നെ വിളിച്ചത്? എന്തിനാ? ഞാൻ രാവിലെ ലേറ്റായിട്ടായി എഴുന്നേക്കുന്നത്. രാത്രിയിലൊന്നും എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. എങ്ങനെ ഉറങ്ങാനാ? അതുപോലല്ലേ ഓരോന്ന് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്താ മോള് പറഞ്ഞു വരുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എല്ലാം മനസ്സിലാക്കിയിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഉണ്ണിയേട്ടന്റെ അച്ഛനെ കൊന്നത് ആരാ അറിയാലോ. പിന്നെന്തിനെങ്ങനെ സംശയിച്ചു നോക്കുന്നത്? എന്റെ അച്ഛന്റെ ലോറി തട്ടിയ ഉണ്ണിയേട്ടന്റെ അച്ഛൻ മരിച്ചത്. കണ്ണേട്ടൻ വീൽ ചെയറിലായതും ആ സംഭവത്തിന് ശേഷം. എന്നാൽ കാരണമില്ലാതെ എന്റെ അച്ഛൻ ഉണ്ണിയേട്ടന്റെ അച്ഛനെ കൊല്ലേണ്ട കാര്യമില്ല. അതിനൊരു കാരണമുണ്ട്. ആ കാരണമാ എന്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങള്. മോളെ, നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവത്തില്ല. കാരണം പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റാ നിങ്ങൾ ചെയ്തത്. പിന്നെ അത് മനസ്സിലായെന്ന് നടിച്ചാൽ സത്യങ്ങൾ സമ്മതിക്കേണ്ടി വരില്ലേ? ഞാൻ മനസ്സാവാൻ അറിയാത്ത കാര്യങ്ങളാ മോള് പറയുന്നേ. എന്റെ അച്ഛൻ ഇന്നലെ രാത്രി ഒരു അപകടം ഉണ്ടായി. ആ അപകടത്തോടെ അച്ഛന്റെ സമനില പോയി. അതിനുശേഷം അച്ഛൻ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. കണ്ണേട്ടന്റെ അച്ഛനെ ലോറി ഇടിച്ചു കൊന്നത് എന്റെ അച്ഛനാണെന്ന് നേരത്തെ ഞാൻ അറിഞ്ഞതാ. എന്നാൽ അതിന് കൊട്ടേഷൻ കൊടുത്തത് ഉണ്ണിയേട്ടന്റെ അമ്മാവനാണെന്ന് ഇന്ന അച്ഛൻ എന്നോടും മുത്തശ്ശിയോടും ഒക്കെ പറഞ്ഞത്. സ്വബോധത്തോടെ ആയിരുന്നെങ്കിൽ അച്ഛൻ അങ്ങനെ പറയില്ലായിരുന്നു. പക്ഷെ അച്ഛൻ ഇപ്പൊ പറയുന്നതൊക്കെ 100% സത്യ. സ്വത്തും പണമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളാ എന്റെ അച്ഛനെ കൊണ്ട് അത് ചെയ്യിച്ചത്. ഇനിയൊന്നും ഒളിക്കാൻ ശ്രമിക്കണ്ട. മോളെ, മോടെ അച്ഛന് സമനില തെറ്റിയെന്ന് നീ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരാള് പറയുന്നത് വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല.
പക്ഷെ എന്നോട് പറഞ്ഞതുപോലെ ഈ സംഭവങ്ങളൊക്കെ ഇനി അച്ഛൻ ആരോടെങ്കിലും പറയും, കണ്ണേട്ടനോടോ ഉണ്ണിയേട്ടനോടോ ഒക്കെ. അങ്ങനെ വന്നാ അവരൊക്കെ അതിന്റെ പിന്നാലെ പോവും, സത്യം എന്താണെന്ന് അറിയാൻ ശ്രമിക്കും. ആ സമയത്ത് എന്റെ അച്ഛൻ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ പിന്നെ അമ്മാവനെ കാത്തിരിക്കുന്നത് ജയിലാ. എന്റെ അച്ഛനും അമ്മാവനും തമ്മിൽ നേരത്തെ അറിയും. ആ പരിചയമാണ് എന്നെയും ലക്ഷ്മിയെയും കമലേശ്വരത്തെ കൊണ്ടെത്തിച്ചത്. അങ്ങനെങ്കിൽ ഞാൻ കേട്ടതൊക്കെ കെട്ടുകഥകളല്ല, അതൊക്കെ നടന്ന കാര്യങ്ങൾ തന്നെയാ. അമ്മാവൻ എന്റെ അച്ഛന് കൊട്ടേഷൻ കൊടുത്തു. അന്ന് വെറും ഒരു ലോറി ഡ്രൈവർ മാത്രമായിരുന്ന എന്റെ അച്ഛൻ പണത്തിന് വേണ്ടി ആ കൊട്ടേഷൻ ഏറ്റെടുത്തു. കണ്ണേട്ടന്റെ അച്ഛനെ ലോറി ഇടിച്ചു കൊന്നു. കമലേശ്വരത്തെ മൂത്ത സന്തതി വീൽ ചെയറിലുമായി. മോളെ, ഇതെങ്ങനെയെങ്കിലും മൂടി വെക്കണം. അപ്പോ ഈ പറഞ്ഞതെല്ലാം നടന്നെന്ന് സമ്മതിക്കുന്നുണ്ടല്ലേ? അന്നങ്ങനെ ചെയ്യേണ്ടി വന്നു. കമ്പനിയിൽ നടന്ന ചില ക്രമക്കേടുകൾ കണ്ണന്റെ അച്ഛൻ കയ്യോടെ പിടിച്ചപ്പോ എനിക്ക് കമ്പനിയിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരവസ്ഥ വന്നു. ആ സാഹചര്യത്തിൽ അന്നത്തെ ചോരത്തിളപ്പിൽ ചെയ്തു പോയതാ. നടന്നതൊന്നും ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല, എല്ലാം ഞാൻ മൂടി വെച്ചോളാം. പക്ഷെ ഇപ്പോഴത്തെ ഈ അവസ്ഥയില് എന്റെ അച്ഛന്റെ വാ മൂടിക്കെട്ടാൻ പറ്റില്ല. അച്ഛനത് വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ പറയാ. പ്രത്യേകിച്ച് വിശ്വനാഥനെ കൊന്നത് ഞാനാണ്, വിശ്വനാഥനെ കൊന്നത് ഞാനാണെന്ന് അച്ഛൻ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുക. ആ സംസാരത്തിന്റെ ഇടയില അമ്മാവനാണ് ഇതിന്റെ ഒക്കെ പിന്നിലെന്ന് പറഞ്ഞത്. അവനിതിന് എന്തിന്റെ കേടാന്നാ മനസ്സിലാവാത്ത മോളെ? എന്നാ മനസ്സിലാക്കേണ്ടവരെല്ലാം മനസ്സിലാക്കിക്കൊള്ളും. മുത്തശ്ശി അവിടെ കാത്തിരിക്കുക, അച്ഛൻ പറഞ്ഞതൊക്കെ സത്യമാണോന്നറിയാൻ. മുത്തശ്ശിയോടെങ്കിലും നടന്നതൊക്കെ പറയണ്ടേ? പറഞ്ഞില്ലെങ്കിലും ബാധ കയറി അച്ഛൻ സംസാരിക്കുന്നതിലൊക്കെ കാര്യമുണ്ടെന്ന് എന്നെ പോലെ തന്നെ മുത്തശ്ശിയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. സ്വന്തം പെങ്ങളുടെ ഭർത്താവായിരുന്നു ഉണ്ണിയേട്ടന്റെ അച്ഛൻ, സ്വന്തം അളിയൻ. ആ അളിയനെ ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇങ്ങനൊരു അരുംകൊല ചെയ്യാൻ എന്റെ അച്ഛന് നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. മോളെ, എന്തായി മോളെ? അയാള് തെറ്റ് സമ്മതിച്ചു. അച്ഛൻ പറഞ്ഞ സത്യ. അയാളാ ഉണ്ണിയേട്ടന്റെ അച്ഛനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തത്. അപ്പൊ അവൻ ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ മോളെ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത്? അല്ല, ആ കടപ്പാട് വെച്ചിട്ടായിരിക്കും ഒരു കല്യാണ ആലോചന വന്നപ്പോ എന്നെയും ലക്ഷ്മിയെയും കമലേശ്വരത്തോട്ട് പറഞ്ഞു വിടാമെന്ന് കരുതിയത്. അയാള് കാരണമല്ലേ കണ്ണേട്ടന്റെ അരയ്ക്ക് താഴോട്ട് തളർന്നു പോയത്. അതൊരു കുറ്റബോധമായിട്ട് അയാളുടെ ഉള്ളിൽ കിടന്നു കാണും. എന്നാ പിന്നെ വീൽ ചെയറിലിരിക്കുന്ന ഒരുത്തന് ലക്ഷ്മി സഹായം ആയിക്കോട്ടെ എന്ന് അയാൾ കരുതിയതാ. അതുകൊണ്ടിപ്പോ എന്താ, എന്റെ ജീവിതം തൊലഞ്ഞുപോയി. അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞു. അച്ഛൻ കമലേശ്വരത്തുള്ളവരോട് സത്യം പറഞ്ഞാൽ നമ്മളെക്കാൾ കൂടുതൽ ശിക്ഷിക്കപ്പെടാൻ പോകുന്നത് അയാളാ. ആ ഭയം അയാൾക്കുണ്ട്. ദേ കണ്ടില്ലേ, കുറച്ചു മുമ്പ് ഉറക്കം പിടിച്ചത്. അതുവരെ വിശ്വനാഥനോട് സംസാരിച്ചോണ്ട് കിടക്കായിരുന്നു. ഇന്ന് തന്നെ കണ്ണനെ എല്ലാം അറിയിക്കാന്ന് പറഞ്ഞോണ്ട് ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. കണ്ണൻ എന്തായാലും ഇങ്ങോട്ടൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ അതുപോലല്ല ഉണ്ണിയേട്ടന്റെ അമ്മയുടെ ഒക്കെ കാര്യം. അതെങ്ങനെയെങ്കിലും തടയണം മോളെ. അവര് വന്നു കഴിഞ്ഞാ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ലെവലുമില്ലാതെ ഇവർ ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നേ.
വിശ്വനാഥൻ ഉറങ്ങുമ്പോഴാ അവള് പറഞ്ഞ സംസാരിച്ചോണ്ടിരിക്കുന്നത്. മിണ്ടി പോരുത്, ഒറ്റ എഴുണം. കേട്ടോ മോളെ, ഉറക്കത്തിൽ ഇത് തന്നെയാ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ ആ മുട്ടാളിനോട് പറ മോളെ, ആ വാമദേവനോട്. ഇവിടെ ഇവിടെ ആരാടാ? എവിടെ എവിടെ അവൻ? എവിടെ ആ മുട്ടാളിനെവിടെ? അവനെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ മുട്ടുകാല് ഞാൻ തല്ലി പിടിക്കും. നീ കുറച്ചു മുമ്പല്ലേ ഉറക്കം പിടിച്ചത്? ഒന്ന് കിടന്ന് ഉറങ്ങ പ്രതാപ. ആ പന്നല്ലേ, അവനെ ഇവിടെ വേണം, എന്റെ കൈ കിട്ടണം. ലോറി എടുത്തോണ്ട് ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതാ, എന്നിട്ട് കേട്ടില്ല. എന്നിട്ടിപ്പോ അനുഭവിക്കുന്നത് ബാക്കിയുള്ളവര്. അനുഭവിക്കണം, എല്ലാരും അനുഭവിക്കണം, എല്ലാരും അനുഭവിക്കണം. പാവം പാവം എന്റെ വിശ്വാസം. അവരെ കൊന്നത് ഞാനാ. ഓ ദൈവമേ, അവൻ ഓ